VMware Basicsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിർച്വൽ മെഷീൻസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ വിർച്വലൈസേഷനെ കുറിച്ചും ESXi ഇൻസ്റ്റാളേഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്? ഡേറ്റാ സോഴ്സിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ തരുന്നുണ്ട്. വിർച്വൽ മെഷീൻ എന്താണ് എന്ന് പറയുന്നുണ്ട്. വിർച്വൽ മെഷീൻ ഫയൽസ് എന്താണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒരു VM ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ ഒരു VM ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ഡേറ്റാ സ്റ്റോഴ്സ്. എന്താണ് ഡേറ്റാ സ്റ്റോഴ്സ്? ഡേറ്റാ സ്റ്റോർ എന്ന് പറയുന്നത് ഒരു ESXiയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനാണ്. ഓക്കെ, നമ്മൾ ഏതൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കണ്ടൻറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് അതിനൊരു ലൊക്കേഷൻ വേണം, അല്ലേ? അപ്പം VMwareനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള വിർച്വൽ മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ആ വിർച്വൽ മെഷീനിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ESXi യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഡേറ്റാ സ്റ്റോർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഡേറ്റാ സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കണക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള ഡേറ്റാ സ്റ്റോഴ്സ് ഉണ്ട്. ഒന്ന് ലോക്കൽ ഡേറ്റാ സ്റ്റോറും ഉണ്ട്, രണ്ട് ഷെയർഡ് ഡേറ്റാ സ്റ്റോഴ്സും ഉണ്ട്. എന്താണ് ലോക്കൽ ഡേറ്റാ സ്റ്റോർ? എനിക്കിപ്പോൾ ഒരു ഡെല്ലിൻ്റെയോ അല്ലെങ്കിൽ HPയുടെയോ സെർവർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിനകത്തിൽ ഒരു 3-4 ഹാർഡ് ഡിസ്ക് ഉണ്ട്. അത് ഞാൻ റീഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്റ്റോറേജിനെ ലോക്കൽ ഡേറ്റാ സ്റ്റോർ എന്ന് നമുക്ക് വിളിക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലൊരു സെർവറുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് ഈ സെർവറിന് കിട്ടുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് റിമോട്ട് ഷെയർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഷെയർഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SAN ആകാം, ഒരു NAS ആകാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും മെത്തേഡിൽ നിന്ന് എനിക്ക് സ്റ്റോറേജ് ESXiയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഷെയർഡ് ഡേറ്റാ സ്റ്റോർ ആവും. ഓക്കെ, ഇനി ഡേറ്റാ സ്റ്റോറിൻ്റെ ടൈപ്പ്, അതിൻ്റെ ഫോർമാറ്റിംഗ് വെച്ചിട്ട് ഡേറ്റാ സ്റ്റോറിന് നമുക്ക് ഈ 4 മെയിൻ ടൈപ്സ് ആണുള്ളത്. ഒന്ന് VMFS, 2 NFS, പിന്നെ VVols, പിന്നെ VSAN. ഇതിൽ VMFSും NFSും മാത്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ മതി. VVolsഉം VSANും കുറച്ചും കൂടെ വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ESXi അതായത് VMware ബേസിക്സ് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ടും കൺസേൺ ആവേണ്ടത് VMFSും NFSനെ കുറിച്ചാണ്. ഇപ്പം VMFS എന്താണെന്ന് പറഞ്ഞാൽ വിർച്വൽ മെഷീൻ ഫയൽ സിസ്റ്റം. നമുക്കിപ്പോൾ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിലെ കണ്ടൻറ്റ്സ് ഒക്കെ എല്ലാം ഒരു ഫയൽ ഫോർമാറ്റ് ഉണ്ടാകും. അത് സേവ് ആകുമ്പോൾ, ഉദാഹരണം NTFS എന്നുള്ളൊരു ഫോർമാറ്റിലാണ് വിൻഡോസിലെ കണ്ടൻറ്റ് സേവ് ആകുന്നത് ഹാർഡ് ഡിസ്കിൽ. അപ്പോൾ അതേപോലെ തന്നെ വിർച്വൽ മെഷീൻസ്, അതായത് ഡേറ്റാ സ്റ്റോറിൽ എന്തെങ്കിലും ഒരു ഫയൽ, ഒരു കണ്ടൻറ്റ് വന്ന് സേവ് ആകുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റമാണ് VMFS എന്ന് പറയുന്നത്. രണ്ടാമത്തേത് NFS വളരെ പണ്ട് മുതലേ കോമൺ ആയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റമാണ്. ഈ NFS നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയും. ഈ NFS എന്ന് പറയുന്ന സാധനം നമുക്ക് ഏതെങ്കിലും NFS സെർവറിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ് അറ്റാച്ച് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് NFS എന്ന് പറയുന്നത്. VVolsഉം VSANും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെ രണ്ട് തരത്തിലും കൂടെ ഡേറ്റാ സ്റ്റോഴ്സ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. വിർച്വൽ മെഷീൻ ഒരു ലേമാൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു VMware അഡ്മിനിസ്ട്രേറ്റർ ഒരു കൺസോൾ, നമ്മൾ ESXiയുടെ കൺസോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു 3-4 ക്ലിക്കിൽ നമുക്കൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വിർച്വൽ മെഷീൻ്റെ പേരിൽ ഒരു ജസ്റ്റ് ഒരു ഐക്കൺ പോലെ അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ESXi നമുക്ക് തരുന്ന ഒരു ഇംപ്രഷനാണ്, ഇതൊരു വിർച്വൽ മെഷീനാണ് എന്ന് നമുക്കത് പറഞ്ഞു തരികയാണ്. പക്ഷേ ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ വിർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ വിർച്വൽ മെഷീന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഫയൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാ സ്റ്റോഴ്സിൽ വന്ന് സേവ് ആകും. ഇപ്പം ഞാൻ ടെസ്റ്റ് VM1 എന്ന് പറയുന്ന ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് VM1 എന്ന പേരിൽ ഒരു ഫോൾഡർ ഡേറ്റാ സ്റ്റോറിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏത് ഡേറ്റാ സ്റ്റോർ ചൂസ് ചെയ്യണം. ഇപ്പോൾ എനിക്കൊരു ലോക്കൽ ഡേറ്റാ സ്റ്റോർ ഉണ്ട്, എനിക്കൊരു ഷെയർ ഡേറ്റാ സ്റ്റോർ ഉണ്ട്. ഷെയർ ഡേറ്റാ സ്റ്റോറിൽ തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ഡേറ്റാ സ്റ്റോർസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്കൊരു VM ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഡേറ്റാ സ്റ്റോർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വിർച്വൽ മെഷീൻ്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകും. ആ ഫോൾഡറിനുള്ളിൽ ഒരു സെറ്റ് ഓഫ് ഫയൽസും ക്രിയേറ്റ് ആകും. ഫയൽസ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക, വിർച്വൽ മെഷീൻ ഇസ് എ സെറ്റ് ഓഫ് ഫയൽസ്. ഇനി എന്താണ് ഈ ഫയൽസ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഫയൽസ് യൂസ് ചെയ്യാൻ പോകുന്നത് ഓഫ്കോഴ്സ് അതിന് CPU, മെമ്മറി, നെറ്റ്വർക്കിംഗ് പാർട്ട്, സ്റ്റോറേജ് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് വിർച്വൽ മെഷീനായിട്ട് റൺ ചെയ്യത്തുള്ളൂ.
അപ്പോൾ ഈ റിസോഴ്സസ് എല്ലാം ഈ ഫയൽസ് മുഖേന നമുക്ക് ESXiൽ നിന്നും മേടിക്കുന്നതാണ്. അത് ESXi കേർണലായിരിക്കും അതൊക്കെ സപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ VMs എക്സിസ്റ്റ് ഇൻ ദ സെയിം ഫിസിക്കൽ സെർവർ. വിർച്വലൈസേഷൻ്റെ മെയിൻ യൂസ് കേസ് തന്നെ ഇതാണ്. അതായത് ഒരു സിംഗിൾ ഫിസിക്കൽ സെർവറിൽ മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ് റിസൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു സിംഗിൾ ഡെല്ലിൻ്റെ ഫിസിക്കൽ സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൾട്ടിപ്പിൾ 10 or 20 വിർച്വൽ മെഷീൻസ് ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യുന്നു പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്ലേവേഴ്സിലും. അതൊന്നും ഒരു പ്രശ്നമല്ല. VM to VM ഐസൊലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ് ഒരു സിംഗിൾ ഫിസിക്കൽ സെർവർ ഹാർഡ്വെയറിൽ എക്സിസ്റ്റ് ചെയ്യും എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു VMന് ഒരിക്കലും മറ്റൊരു VMൻ്റെ ഫയൽസോ പ്രോസസ്സസോ കാണാൻ പറ്റത്തില്ല. IP അഡ്രസ്സ് യൂസ് ചെയ്ത്, അതായത് നോർമൽ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്ത് മാത്രമേ ഒരു VMന് മറ്റൊരു VMനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈവൻ ദോ അതൊരു സിംഗിൾ ഫിസിക്കൽ സെർവറിലാണെങ്കിൽ പോലും. അപ്പോൾ അത് ഒരു കീ പോയിൻ്റാണ് VM to VM ഐസൊലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട്. അപ്പം VMwareൻ്റെ മുകളിൽ നമ്മൾ ഒരു VM ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആ VM സപ്പോർട്ട് ചെയ്യും? മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൻ്റെ എല്ലാ ഫ്ലേവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പം വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്ലേവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്കൊരു വിർച്വൽ മെഷീനിൽ ഡിപ്ലോയ് ചെയ്യാം. അതേപോലെ തന്നെ ലൈനക്സിൻ്റേതും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റോയ്സ്, റെഡ് ഹാറ്റ്, അതേപോലെ ഉബുണ്ടു, അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള സുസെ, ഇങ്ങനെയുള്ള എല്ലാ ഫ്ലേവറിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും VMware സപ്പോർട്ട് ചെയ്യും. കൂടാതെ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ESXi സപ്പോർട്ട് ചെയ്യും. വിർച്വൽ മെഷീൻ ഒരു സെറ്റ് ഓഫ് ഫയൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഫയൽസാണ് ഒരു വിർച്വൽ മെഷീനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ് നമ്മൾ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റാ സ്റ്റോറിൽ പോയിട്ട് ഒരു വിർച്വൽ മെഷീൻ്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകും. ആ ഫോൾഡറിനുള്ളിലാണ് വിർച്വൽ മെഷീൻ ഫയൽസ് ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ വിർച്വൽ മെഷീനിന് മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ഫയലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് എക്സ്റ്റൻഷൻസ് ആണെന്നുള്ളത്. .vmx, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീൻ്റെ പേര് ടെസ്റ്റ് VM1 എന്നാണെങ്കിൽ ടെസ്റ്റ് VM1 എന്നുള്ള ഫോൾഡറിൽ നമ്മൾ ഡാറ്റാ സ്റ്റോർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റ് VM1 എന്നുള്ള ഫോൾഡറിനുള്ളിൽ ടെസ്റ്റ് VM1.vmx എന്നൊരു ഫയൽ കാണും. എന്താണ് VMX ഫയൽ എന്ന് പറഞ്ഞാൽ? ഈ VMX ഫയലാണ് ആക്ച്വലി വിർച്വൽ മെഷീൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർ ഫയൽ എന്ന് പറയുന്നത് VMX ഫയലാണ്. നമ്മളൊരു വിർച്വൽ മെഷീനിൽ എന്തൊക്കെ കോൺഫിഗറേഷൻ ചേഞ്ചസ് വരുത്തുന്നുവോ ആ ചേഞ്ചസ് എല്ലാം ഈ VMX ഫയലിലായിരിക്കും വന്ന് പ്ലേസ് ആവുന്നത്. അപ്പം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മെമ്മറി അപ്ഗ്രേഡ് ചെയ്തു, അല്ല എൻ്റെ CPU അപ്ഗ്രേഡ് ചെയ്തു, ഈ ചേഞ്ചസ് എല്ലാം VMX ഫയലിലായിരിക്കും വന്ന് വരുന്നത്. ഇൻ കേസ് VMX ഫയൽ കറക്റ്റായിപ്പോയി എങ്കിൽ നമുക്കൊരിക്കലും ആ വിർച്വൽ മെഷീനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തില്ല. നോർമൽ സെനാരിയോസ് പറ്റാഴികയല്ല, പക്ഷേ നോർമൽ സെനാരിയോസ് ഒരു VMX അതിൻ്റെ കോർ ഫയൽ ആയതുകൊണ്ട് VMXന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ VM ബൂട്ടാവത്തില്ല. ഇത്ര അറിഞ്ഞിരിക്കുക. ഇനി .vmdk -flat.vmdk ഇത് ഈ രണ്ട് ഫയൽ എക്സ്റ്റൻഷൻസും ഡിസ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പം വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എങ്കിൽ ഞാൻ C ഡ്രൈവിന് 100 GB കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 100 GB കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ VM ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഈ വിർച്വൽ മെഷീനിന് 100 GB കൊടുക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 100 GB, അതായത് ആ ഫയലിൻ്റെ സൈസ് തന്നെ 100 GB ആയിരിക്കും -flat.vmdk. അതേസമയം .vmdk ഫയൽ എന്ന് പറയുന്നത് ഈ -flat.vmdk പോയിൻ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റർ ഫയലാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഡിസ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് രണ്ട് ഫയൽസ് ഉണ്ട്. .vmdk ഫയലും ഉണ്ട്, -flat.vmdk ഫയലും ഉണ്ട്. അപ്പം ഈ രണ്ട് ഫയൽസും നമ്മൾ വിർച്വൽ മെഷീനിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡിസ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, -flat.vmdk എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കണ്ടൻറ്റ്, അതായത് നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തിലൊക്കെ സേവ് ചെയ്യുന്ന ആക്ച്വൽ കണ്ടൻറ്റാണ് -flat.vmdk-ലുള്ളത്. .vmdk എന്ന് പറയുന്നത് എപ്പോഴും -flat.vmdk-ലേക്ക് റെഫർ ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റർ ഫയലായിരിക്കും. അത് ജസ്റ്റ് KB സൈസിൽ മാത്രമേ .vmdk ഫയൽ കാണത്തുള്ളൂ. അതേസമയം -flat.vmdk എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഡേറ്റ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര ഡേറ്റ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നിന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം 100 GB-യിൽ ഒരു 80 GB നമ്മൾ സ്റ്റോർ ചെയ്തെങ്കിൽ ഒരു 80 GB തന്നെ കാണും ഈ -flat.vmdk-യുടെ സൈസ്. ഈ നോർമൽ സെനാരിയോസിൽ ഈ -flat.vmdk ഫയൽ സേവ് ചെയ്താൽ തന്നെ നമുക്ക് ആ കണ്ടൻറ്റ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും ഇൻ ഫ്യൂച്ചർ. ആ വിർച്വൽ മെഷീൻ കറക്റ്റായാൽ പോലും -flat.vmdk നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിർച്വൽ മെഷീനിനെ റിട്രീവ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ VMനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഗറേഷൻ ഫയൽ അതിൻ്റെ റണ്ണിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
-flat.vmdk എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എക്സ്റ്റൻഷൻ എന്താണെന്ന് നോക്കാം. .vswp അഥവാ സ്വാപ്പ് ഫയൽ. സ്വാപ്പ് ഫയൽ നമുക്ക് എല്ലാ സെനാരിയിലും നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് ഫയൽ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ സ്വാപ്പിംഗ് ചെയ്യുന്നത്? സ്വാപ്പിംഗ് ചെയ്യുന്നത് പറഞ്ഞാൽ മെമ്മറിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യും. അപ്പോൾ നോർമലി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടാകും. സോ VMware സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് അതിനെ കാണുന്നത്. ഒരിക്കലും ഒരു ESXiക്ക് ഒരു വിർച്വൽ മെഷീന് ആവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേറ്റ് വരുമ്പോൾ മാത്രമേ ഈ സ്വാപ്പ് ഫയൽ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എപ്പോഴെങ്കിലും സ്വാപ്പ് ഫയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിർച്വൽ മെഷീൻ വല്ലാതെ സ്ലോ ആകും. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരിക്കലും ഒരു ഐഡിയൽ സെനാരിയുള്ള ഒരു നല്ലൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ഒരിക്കലും സ്വാപ്പിംഗ് നടക്കത്തില്ല. പക്ഷേ വിർച്വൽ മെഷീൻ എപ്പോൾ ക്രിയേറ്റ് ചെയ്താലും ഒരു മുൻകരുതൽ എന്നോണം ഈ സ്വാപ്പ് ഫയലും ക്രിയേറ്റായി അവിടെ ഇരിക്കും. പക്ഷേ യൂസ് ആകത്തില്ല. ഒരു റിസോഴ്സ് ക്രഞ്ച് അല്ലെങ്കിൽ മെമ്മറി ക്രഞ്ച് വരുമ്പോൾ മാത്രമേ ഈ സ്വാപ്പ് ഫയൽ വിർച്വൽ മെഷീൻ യൂസ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 4 GB വിർച്വൽ മെഷീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ 4 GB ഒരു സ്വാപ്പ് ഫയലും ആയിരിക്കും ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, ഇനി NVRAM ഫയൽ. NVRAM ഫയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബൂട്ട് ചെയ്യുന്ന സമയത്ത് ബയോസിൻ്റെ സെറ്റിങ്സ് യൂസ് ചെയ്തായിരിക്കും അത് ബൂട്ട് ചെയ്യുന്നത്. വിർച്വൽ മെഷീൻസും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആ ബയോസിൻ്റെ സെറ്റിങ്സ് വിർച്വൽ മെഷീൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ബയോസിൻ്റെ സെറ്റിങ്സ് സേവ് ആകുന്ന സ്ഥലമാണ് NVRAM ഫയൽ. അപ്പം നമ്മുടെ കേസിൽ test.vm1.nvram എന്ന ഫയലിലാണ് ഈ സെറ്റിങ്സ് എല്ലാം സേവ് ആകുന്നത്. അടുത്ത 2 ഫയൽസ് സ്നാപ്ഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്നാപ്ഷോട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പോലെ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഒരു വിർച്വൽ മെഷീൻ്റെ പോയിന്റ് ഓഫ് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള സ്റ്റേറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ഷോട്ട് വേണം. ഇപ്പം എൻ്റെ ഒരു എന്താ പറയുക, IISൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, ഒരു അപ്ഗ്രേഡ് കഴിഞ്ഞു. ആ സ്റ്റേറ്റ് എനിക്ക് പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു സ്നാപ്ഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ബാക്കപ്പ്, പക്ഷേ ബാക്കപ്പ് അല്ല. നമുക്ക് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ടെമ്പററി യൂസിന് വേണ്ടിയിട്ട്, അതായത് ആ VMൻ്റെ സ്റ്റേറ്റ് പഴയ സ്റ്റേറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് സ്നാപ്ഷോട്ട്. അടുത്തതായിട്ട് VM എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. VM ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ISO യൂസ് ചെയ്യാം, ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻറ് ലൈബ്രറി യൂസ് ചെയ്യാം. ഇതിൽ ലാസ്റ്റ് 2 ഓപ്ഷൻസ് ടെംപ്ലേറ്റ്സും കണ്ടൻറ് ലൈബ്രറിയും vCenter സെർവറിൻ്റെ ഫീച്ചറാണ്. vCenter സെർവർ എന്താണെന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് ഇപ്പം അറിഞ്ഞിരിക്കുക, ISO, ടെംപ്ലേറ്റ്സ്, കണ്ടൻറ് ലൈബ്രറി. അതിനകത്ത് ISO എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു ഫിസിക്കൽ സെർവറിൽ നമ്മൾ DRACO അല്ലെങ്കിൽ ILO വഴി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ISO കാണിച്ചു കൊടുക്കുമല്ലോ. അതേപോലെയുള്ളൂ ESXiലും നമ്മൾ വെബ് ക്ലയൻറ്റോ അല്ലെങ്കിൽ HTML ക്ലയൻറ്റോ യൂസ് ചെയ്ത് ESXi ആക്സസ് ചെയ്ത് നമ്മൾ വിർച്വൽ മെഷീന് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ വിർച്വൽ മെഷീനിലേക്ക് ഒരു ISO അറ്റാച്ച് ചെയ്തിട്ട് ആ ISOയിൽ നിന്ന് ബൂട്ട് ചെയ്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ്സ്. നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഹാർഡൻ ചെയ്ത് ഒക്കെ നമ്മൾ ഒരു VM നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. നമുക്ക് നാളെ വേറൊരു റിക്വയർമെൻറ്റ് സെയിം ടൈപ്പ് ഓഫ് VM ഒന്നുകൂടെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് ബിൽഡ് ചെയ്യാതെ ആ നേരത്തെ എടുത്ത ആ VMനെ ഒരു ടെംപ്ലേറ്റ് ആക്കി മാറ്റി ആ ടെംപ്ലേറ്റിൽ നിന്ന് പുതിയ വിർച്വൽ മെഷീൻസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ ആ ടെംപ്ലേറ്റിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യുന്ന പുതിയ വിർച്വൽ മെഷീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്തിൽ നമ്മൾ ആ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറും ഹാർഡൻ ചെയ്ത ആ സെക്യൂരിറ്റി മെഷീൻസും ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ടെംപ്ലേറ്റ്സിൻ്റെ പ്രത്യേകത. കണ്ടൻറ് ലൈബ്രറിയും ഒരു ടെംപ്ലേറ്റ്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് വേറെ ലൊക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പുതിയ VCenter ഒരു ഫീച്ചറാണ്. റീസെൻ്റായിട്ട് വന്നൊരു VCenter 6 മുതൽ വന്നൊരു ഫീച്ചറാണ് കണ്ടൻറ് ലൈബ്രറി. അപ്പോൾ ഇതിനെക്കുറിച്ച് VCenter നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് പറയാം. ടെംപ്ലേറ്റ്സും കണ്ടൻറ് ലൈബ്രറിയും ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. അടുത്ത് VM പാരാമീറ്റേഴ്സ്. ഒരു VM ഡിപ്ലോയ് ചെയ്യുമ്പം എന്തൊക്കെ പാരാമീറ്റേഴ്സാണ്, മെയിൻ പാരാമീറ്റേഴ്സാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഏതൊരു സെർവറിനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന പോലെ തന്നെ പ്രോസസ്സർ, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, ഈ 4 ആട്രിബ്യൂട്ട്സ് തന്നെയാണ് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ പ്രോസസ്സർ നമ്മൾ കൊടുക്കുമ്പം നമുക്ക് അതിനകത്തിൽ കോർ സെലക്ട് ചെയ്യാം, നമുക്ക് അതിനകത്തിൽ സോക്കറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം 2 CPU ഇപ്പം എന്താ പറയുക 2 CPU ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിൽ 2 കോറ്
1 സോക്കറ്റ് എന്നുള്ള രീതിയിലെടുക്കാം, അല്ലെങ്കിൽ 2 സോക്കറ്റ്, ഒരു കോർ എന്നുള്ള രീതിയിലെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വിർച്വൽ മെഷീൻ പേഴ്സ്പെക്റ്റീവിൽ എത്ര CPU ഒരു VMന് കൊടുക്കുന്നു അതിനെ നമ്മൾ vCPU എന്ന് പറയും. ഓക്കെ, ഇപ്പം 4 CPU ആണ് വിർച്വൽ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ VMware പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ അത് 4 vCPUs ആണ്. അടുത്തത് റാം അല്ലെങ്കിൽ മെമ്മറി. എത്ര GB മെമ്മറി നമുക്ക് വേണം? 4 GB ആണോ 8 GB ആണോ? അപ്പോൾ എത്ര മെമ്മറി കൊടുക്കുന്നോ അതിനെല്ലാം നമ്മൾ VRAM എന്നും പറയും. ഓക്കെ, ഇനി HDD എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിർച്വൽ മെഷീൻ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഡിസ്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ആ ഡിസ്ക് കൊടുക്കുമ്പോൾ .vmdk .flat.vmdk ഫോമാറ്റിൽ ഫയൽസ് ക്രിയേറ്റ് ആവുമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹാർഡ് ഡിസ്ക്, ഇപ്പം എനിക്ക് സിക്ക് വേണ്ടി ഒരു ഹാർഡ് ഡിസ്ക് കൊടുക്കണം, D ഡ്രൈവിന് വേണ്ടി മറ്റൊരു ഹാർഡ് ഡിസ്ക് കൊടുക്കണം, അപ്പോൾ 2 ഡിസ്ക്കായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ക്രിയേഷൻ ടൈമിൽ മാത്രമല്ല, ഈ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ക്രിയേഷൻ കഴിഞ്ഞ് അത് റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്പെസിഫൈ ചെയ്തും അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. നെറ്റ്വർക്ക്, ഏത് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ഒരു വലിയ ടോപ്പിക്കാണ് VMwareനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം VMwareൽ എന്താ പറയുക, നമുക്ക് നെറ്റ്വർക്കിംഗ് പോർഷൻ അറിയാമെന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് VMware ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. കാരണം നെറ്റ്വർക്കിംഗ് ആണ് അതിനകത്തൊരു വളരെ പറഞ്ഞ ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ടെന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്കിങ്ങിന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏതൊക്കെ VLANസും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ്സ് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ ഒരു VM ഏത് VLANിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് VM ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പോഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ സഹായം അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊന്നും ഓർത്ത് വറീഡ് ആവേണ്ട. നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ സെഷൻ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നമുക്കിനി ഒരു ഡെമോ നോക്കാം. അത് നമുക്ക് വെബ് ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. യൂസ് വിൻഡോസ് സെഷൻ ഓത്തൻറ്റിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിലോട്ട് എങ്ങനെ ലോഗിൻ ചെയ്തോ അതേ ക്രെഡൻഷ്യൽ യൂസ് ചെയ്ത് വെബ് ക്ലയൻറ്റിൽ ഓത്തൻറ്റിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഒരു vCenterലേക്കാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട, ESXiലോട്ടാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതപ്പോൾ എൻ്റെ vCenter ആണ്. ESX01 എന്ന് പറയുന്നത് എൻ്റെ ESXi ആണ്. ഓക്കെ, ESXiയുടെ സമ്മറിയൊക്കെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാറ്റാ സെൻറ്റർ, ക്ലസ്റ്റർ, അതിന് താഴെ ESXi ഹോസ്റ്റ്. ESXi ഹോസ്റ്റിൻ്റെ ഡാറ്റാ സ്റ്റോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡാറ്റാ സ്റ്റോർ നമ്മൾ പറഞ്ഞു അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോറേജാണ് ഡാറ്റാ സ്റ്റോർ. നമുക്ക് ഡാറ്റാ സ്റ്റോർ 01 ഉണ്ട്, ഡാറ്റാ സ്റ്റോർ 02 ഉണ്ട്. ഓക്കെ, ഈ ESXിനകത്തുള്ള VM ആണ് test-VM01. ഓക്കെ, ഇനി test-VM01ൻ്റെ സമ്മറി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ VMൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ CPU, മെമ്മറി, ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഹാർഡ് ഡിസ്ക് ഏത് ഡാറ്റാ സ്റ്റോറിലാണ് പോയി വീണത് എന്ന് നോക്കാം. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് പോയി വീണിരിക്കുന്ന ഡാറ്റാ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഡാറ്റാ സ്റ്റോർ 02 ആണ്. അപ്പോൾ നമുക്ക് ഡാറ്റാ സ്റ്റോർ 02 ബ്രൗസ് ചെയ്യാം. അതിനായിട്ട് ആ ഡാറ്റാ സ്റ്റോറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡാറ്റാ സ്റ്റോർ 02 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം test-VM01 എന്നുള്ള ആ VMൻ്റെ അതേ പേര് തന്നെ ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിനകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിർച്വൽ മെഷീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽസ് പ്ലേസ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഓരോ ഫയൽസും എന്താണെന്ന് നോക്കാം. NVRAM നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബയോസ് ഫയൽ, HLog ലോഗ് ഫയലാണ്. VMX ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അത് VMൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഫയലാണ്, കോൺഫിഗറേഷൻ ഫയൽ. .vmdk ഫയൽ എന്ന് പറയുന്നത് ഡിസ്ക് ഫയലാണ്. നമ്മൾ .vmdk ഫയലും പറഞ്ഞു, -flat.vmdk പറഞ്ഞു. ഇത് -flat.vmdk ഇവിടെ കാണാൻ സാധിക്കത്തില്ല, CLA വഴിയേ കാണാൻ പറ്റത്തുള്ളൂ. .vmsd എന്ന് പറയുന്നത് സ്നാപ്ഷോട്ട് ഫയലാണ്. സ്നാപ്ഷോട്ട് എടുക്കുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ഫയലാണ്. താഴെ കാണുന്ന ബാക്കിയുള്ള ഫയൽസ് എല്ലാം ലോഗ് ഫയൽസാണ്. ഓക്കെ, ഇതിനകത്ത് വേറെയും സ്വാപ്പ് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വിർച്വൽ മെഷീൻ പവർ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ക്രിയേറ്റ് ആവത്തുള്ളൂ. നമുക്കൊരു വിർച്വൽ മെഷീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ vCenter ക്ലസ്റ്ററാണ്. ആ ക്ലസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ന്യൂ വിർച്വൽ മെഷീൻ ചൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ എങ്ങനെ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ടെംപ്ലേറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോർമൽ VM ക്രിയേഷൻ വിസാർഡിലോട്ട് പോകാം. ഇവിടെ നമ്മൾ വിർച്വൽ മെഷീനിൻ്റെ പേര് കൊടുക്കുന്നു. എന്നിട്ട് ഡാറ്റാ സെൻ്റർ ചൂസ് ചെയ്യുന്നു. അതിനകത്ത് ഏത് ഫോൾഡറിൽ വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ഞാൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഫോൾഡർ ചൂസ് ചെയ്യാണ്. ഇതെൻ്റെ വിസിൻ്റെ ക്ലസ്റ്ററാണ്. ആ ക്ലസ്റ്ററിനകത്ത് കിടക്കുന്ന ESXi ഹോസ്റ്റിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. ഈ ESXi ഹോസ്റ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഏത് ഡാറ്റാ സ്റ്റോറിൽ ഇതിൻ്റെ VM ഫയൽസ് പ്ലേസ് ആകണം എന്ന് പറയുന്നു. ഡാറ്റാ സ്റ്റോർ 02 ചൂസ് ചെയ്യുന്നു. ഇനി ഏത് കോമ്പാറ്റബിലിറ്റി മോഡിൽ ഈ VMനെ ബിൽഡ് ചെയ്യണം. കോമ്പാറ്റബിലിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6.7 ആണ് ഈ ഹോസ്റ്റ് എങ്കിൽ നമുക്ക് 6.5 വേണ്ടിയിട്ടോ 6 വേണ്ടിയിട്ടോ 5.5 വേണ്ടിയിട്ടോ വിർച്വൽ മെഷീനിന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഈവൻ ഇപ്പം 5.5 ക്രിയേറ്റ് ചെയ്താൽ ഈ VMനെ അങ്ങോട്ട് മൂവ് ചെയ്താൽ 5.5 ഹോസ്റ്റിലോട്ട് മൂവ് ചെയ്താലും ഇഷ്യൂ ഉണ്ടാവില്ല. ഇനി നമ്മളടുത്ത് ചൂസ് ചെയ്യേണ്ടത് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഏത് ടൈപ്പ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? വിൻഡോസ് ആണോ? വിൻഡോസ് ആണെങ്കിൽ തന്നെ വിൻഡോസ് തന്നെ മൈക്രോസോഫ്റ്റിൽ 2012 ഉണ്ട്, 2008 ഉണ്ട്, 2019 ഉണ്ട്, 2016 ഉണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി ലൈനക്സ് ആണെന്നുണ്ടെങ്കിലും ലൈനക്സിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്ലേവേഴ്സും ആമസോൺ ലൈനക്സ്, റെഡ് ഹാറ്റ് ലൈനക്സ്, സുസെ ലൈനക്സ് ഇതെല്ലാം സപ്പോർട്ടഡ് ആണ്. അതർ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മാക് OS ഉണ്ട്. സോ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ചൂസ് ചെയ്ത് കൊടുത്താലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെഷീനകത്ത് ഇൻസ്റ്റാൾ ആവത്തില്ല. ജസ്റ്റ് നമ്മൾ പറയുന്നുള്ളതേ ഉള്ളൂ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ വിർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത് എന്ന്. അല്ലാതെ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കത്തില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ വിർച്വൽ മെഷീൻ്റെ വിർച്വൽ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. എത്ര CPU വേണം, എത്ര മെമ്മറി വേണം, ഹാർഡ് ഡിസ്ക് എത്ര GB ഹാർഡ് ഡിസ്ക് വേണം. ഹാർഡ് ഡിസ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ അഡ്വാൻസ് കോൺഫിഗറേഷനുണ്ട്. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് 40 GB എന്നിപ്പോൾ കൊടുത്തു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഫിനിഷ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ തന്നെ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ മാത്രമാണ്. ആ വിർച്വൽ മെഷീൻ്റെ ഫയൽസ് കിടക്കുന്നത് ആക്ച്വലി ഡാറ്റാ സ്റ്റോഴ്സിലാണ്. അപ്പോൾ നമ്മൾ ഡാറ്റാ സ്റ്റോർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡാറ്റാ സ്റ്റോർ 02 ആണ്. ഡാറ്റാ സ്റ്റോർ 02 പോകണം. ഡാറ്റാ സ്റ്റോർ 02 എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ വിർച്വൽ മെഷീൻ്റെ പേരിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ VMSD ഫയലുണ്ട്, സ്നാപ്ഷോട്ട് ഫയൽ, VMX ഫയലുണ്ട്, VMDK ഫയലുണ്ട്, HLOG ഫയലും ഉണ്ട്. HLOG ഫയൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് ലോഗ് ഫയലാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് VMware ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫയലാണ്. ഞാൻ VM പവർ ഓൺ ചെയ്യുന്നു. VM പവർ ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ ഡാറ്റാ സ്റ്റോറിൽ ഇനി പോയി നോക്കിക്കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഫയൽസൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് VMSDയും VMXും കൂടാതെ സ്വാപ്പ് ഫയൽ, NVRAM ഫയൽ, ലോക്ക് ഫയൽ, VMX ലോക്ക് ചെയ്യും VM പവർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ലോക്ക് ഫയൽ, പിന്നെ അതേപോലെ VMXൻ്റെ ഒരു സ്വാപ്പ് ഫയലുണ്ട്. അത് വേറൊന്നുമില്ല, മെമ്മറി റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫയലാണ് VMXൻ്റെ VSwap ഫയൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ VMSD, VMX, VSwap ഫയൽ, NVRAM, ലോക്ക് ഫയൽ, VMX ടിൽഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ VMXൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് കോൺഫിഗറേഷൻ ഫയലാണ്. ഈവൻ VMX കറക്റ്റ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റെൻഡഡ് VMX ഫയലാണ്. ആ VMX VSwap ഫയലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അഡ്വാൻസ്ഡ് മെമ്മറി കോൺഫിഗറേഷൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ആവുന്ന ഫയലാണ്. VMDK ഫയൽ, ലോഗ് ഫയൽ, HLOG ഫയൽ. സോ താങ്ക് യു. അത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനുണ്ടായിരുന്നത്. വിർച്വൽ മെഷീൻ ക്രിയേഷനെ കുറിച്ച് നമ്മൾ നോക്കി, വിർച്വൽ മെഷീൻ ഫയൽസിനെ കുറിച്ച് നമ്മൾ നോക്കി. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും വേറെ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻസിൽ പറയുക. സബ്സ്ക്രൈബ് ടു Skynetclouds.
ഇനിയും കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള vCenter, അത് VMwareനെ സംബന്ധിച്ച് മെയിൻ ടോപ്പിക്കായിട്ടുള്ള vCenter ചെയ്യുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.